بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയമുനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും നൽകുന്നു. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. നാം ഏവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നെടുക്കുന്ന വീഡിയോ 211 സൂറത്തുൽ ഖദറാണ് എടുക്കുന്നത്. ഇന്നാമത്തെ സൂറത്ത്. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ്. 5 ആയത്തുകൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒറ്റവാക്ക് അർത്ഥവും ആശയവും പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. 5 ആയത്തുകൾ. ഈ 5 ആയത്തുകളിലായിട്ട് വിവരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ചുരുക്കം ആദ്യം പറയാം. വഹയിന്റെ ആരംഭത്തെ സംബന്ധിച്ച് നമ്മൾ എന്നുള്ളതിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. വഹയിന്റെ തുടക്കം ഖുർആനിന്റെ നുസൂലിന്റെ ആരംഭമാണ് ഇവിടെ കുറിക്കുന്നത്. ഖുർആനിന്റെ നുസൂലിന്റെ ആരംഭം. പിന്നെ റമദാനിലുള്ള ലൈലത്തുൽ ഖദർ അത് വളരെ വിശേഷ ദിവസമാണ്. അതിന്റെ ഫളായിലിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങിക്കൊണ്ടിരിക്കും. എവിടേക്ക്? ദുനിയാവിലേക്ക്. സുബഹിന്റെ സമയം വരെ നീണ്ടു നിൽക്കുന്നത്. അത് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത. ഇത്തരം കാര്യങ്ങളാണ് ഈ സൂറത്തിൽ വിവരിക്കുന്നത്. ഇനി ഒറ്റവാക്കർത്ഥം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഇന്നാ തീർച്ചയായും നമ്മൾ. അല്ലാഹു പറയാണ് നമ്മൾ എന്ന്. അല്ലാഹുവിന്റെ കൂടെ വേറൊരാളുണ്ടായിട്ട് പറയുന്നതല്ല നമ്മൾ എന്നുള്ളത്. അല്ലാഹുവിന്റെ പ്രയോഗം അങ്ങനെയാണ്. ഞാൻ എന്ന് പറയും, ഞങ്ങൾ എന്ന്, നമ്മൾ എന്ന് പറയും. ഇതൊക്കെ അള്ളാഹു ഖുർആനിലായിട്ട് പറഞ്ഞാലും അള്ളാഹു പ്രയോഗിക്കുന്ന ശൈലിയാണ്. അള്ളാഹുവിന്റെ കൂടെ ആരുണ്ടായിട്ട് പറയുന്നതല്ല. ഇന്നാ തീർച്ചയായും നമ്മൾ. അൻസൽനാഹു നമ്മൾ ഇറക്കിയു അതിന്. അതെന്ന് പറഞ്ഞാൽ ഖുർആൻ. ഖുർആനിനെ നമ്മൾ ഇറക്കി. ഫീ ലൈലത്തുൽ ഖദർ. ഈ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഖദറിന്റെ രാത്രി. വളരെ സ്ഥാനമുള്ള മഹത്വമേറിയ രാത്രിയാണ്. ആ രാത്രിയിൽ ഇറക്കി. അപ്പൊ ഖുർആൻ അവതരിച്ചത് റമദാനിലാണെന്ന് വേറൊരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാൻ, റമദാൻ മാസത്തിൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണെന്നും റമദാനിലെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ രാത്രിയാണെന്നും 2 ആയത്തും കൂടി ഈ അർത്ഥം വന്നു. അപ്പൊ നമ്മൾക്ക് മനസ്സിലായി ലൈലത്തുൽ ഖദർ റമദാനിലാണെന്ന്. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ധാരാളം എത്രയോ വർഷങ്ങളായി നമ്മൾ റമദാനും ലൈലത്തുൽ ഖദറും ഒക്കെ ആഘോഷിച്ചു വരുന്നു. റമദാൻ
30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ഉണ്ടെങ്കിൽ അതിലൊരു ദിവസം ലൈലത്തുൽ ഖദറിന്റെ ദിവസമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ റമദാനിൽ ഇറക്കി എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിൽ ഇറക്കി എന്നും പറയുന്നുണ്ട്. രണ്ടായത്തിലും രണ്ട് തലക്ക് പറയുന്നുണ്ട്. ഈ അതിന്റെ പേരിൽ റമദാനിലുള്ള ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ ഇറക്കിയത് എന്നർത്ഥം. ഇത് മാത്രമല്ല, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ രാവ് അവസാനത്തെ 10 21, 22, 23, 24, 25, 26, 27, 28, 29, 30 അതാണ് അവസാനത്തെ 10. അതിൽ ഒറ്റയായ രാത്രികൾ എന്ന് പറഞ്ഞാൽ 21, 23, 25, 27, 29 ഇങ്ങനെ ഒറ്റയായ രാത്രികളിലാണ് ലൈലത്തുൽ ഖദർ എന്ന് അഭിപ്രായങ്ങളുണ്ട്. റസൂലിന്റെ ഹദീസ് അതിൽ 27-നാണ് പ്രത്യേകത. 27-ാം രാവ് തന്നെയാണ് ലൈലത്തുൽ ഖദർ എന്നും ആ നിലയിൽ നമ്മൾ ആഘോഷിച്ചു വരുന്നു. എന്തായിരുന്നാലും റമദാനിലെ 30 ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദറാവുന്ന ആ ദിവസത്തിലാണ് അല്ലാഹു ഖുർആനെ ഇറക്കിയത്. ഇത് ഇറക്കിയത് എവിടെ നിന്ന്? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്. പിന്നെ ദുന്യവിയായ 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ഇറക്കി. അപ്പം ഖുർആനെ പിന്നെ അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്പാൽപമായിട്ടാണ് ഇറക്കി കൊടുത്തത്. ആവശ്യാനുസരണം സംഭവവികാസങ്ങളുടെ തോതനുസരിച്ച് ഇറക്കി കൊടുക്കാൻ ചെയ്തു. അതിന് 23 കൊല്ലക്കാലം നീണ്ടു നിൽക്കുകയും ചെയ്തു ഈ ഖുർആന്റെ അവതരണം. അപ്പോൾ ഖുർആനെ മൊത്തമായിട്ട് ഇറക്കിയത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സ 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് മൊത്തമായിട്ട് ഇറക്കി. ആ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ദുന്യാവിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തത് സംഭവവികാസങ്ങളുടെ തോതനുസരിച്ച് 23 വർഷക്കാലം കൊണ്ടാണ് നബിക്ക് ഇറക്കി കൊടുത്തത്. ഇതിന്റെ ദൃശ്യത നഹ്നു അൻസൽനാ ഹാദൽ ഖുർആന, നമ്മൾ ഈ ഖുർആനെ ഇറക്കിയത് ലൈലത്തുൽ ഖദറിൽ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഖദറിന്റെ രാത്രി, വലിയ ശറഫുള്ള മഹത്വമുള്ള രാത്രിക്കാണ് ഇത് പറയുന്നത്. സുന്നിയത്ത് ലൈലത്തുൽ ഖദർ എന്ന പേര് കൊണ്ട് പേര് വെച്ചു ഇതിന്. എന്താ കാരണം? ജലമിഹ ഷറഫിയ, അതിന്റെ മഹത്വം അത്രയും വലുതാണ്. ഈ ഖുർആൻ ഇറക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖുർആൻ ഇറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇൻസാലുഹുല്ലാഹ് മഹ്ഫൂദ്, മൊത്തമായിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇറക്കി എന്നാണ് അതിന്റെ മീനിങ്. പിന്നെ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി കൊടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ 23 വർഷക്കാലം കൊണ്ട് ആവശ്യാനുസരണം സംഭവവികാസങ്ങളുടെ തോതനുസരിച്ച് ഇറക്കി കൊടുത്തു എന്നും ഉള്ളതാണ്. പിന്നെ 2-ാമത്തെ ആയത്ത്, 1-ാമത്തെ ആയത്ത് രണ്ടാമത്തെ ആയത്ത് ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്ക് എന്തറിയാം? നബിയോട് ചോദിക്കുക. മുഹമ്മദ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്തറിയാം എന്നാ ചോദിക്കുന്നത് റസൂലിനോട്. അങ്ങനെ ചോദിക്കുന്നത് ഇതിന്റെ മഹത്വം, പിന്നെ ഇതിലേക്ക് കൂടുതൽ തശ്വീഖ്, ആഗ്രഹം ജനിപ്പിക്കുവാനും കൂടിയാണ് അല്ലാഹു തആല ഈ ശൈലി ഉപയോഗിക്കുന്നത്. അല്ലാതെ അള്ളാഹുവിന് അത് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് റസൂലിന് പിന്നെ അത് മനസ്സിലാവാത്ത കാര്യം മനസ്സിലാക്കി കൊടുക്കണമെന്നല്ല ഉദ്ദേശം. ഇതിന്റെ മഹത്വം അത്രയും വലുതാണ് എന്ന് റസൂലിനെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്, ഉമ്മത്തിനെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത്രയും മഹത്വമേറിയതാണ്, വളരെയധികം ശറഫുള്ള രാത്രിയാണ് എന്നർത്ഥം. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്ക് എന്തറിയാം?
മൂന്നാമത്തെ ആയത്ത്. എന്നിട്ട് അള്ളാഹു തന്നെ അതിന് മറുപടി പറയുന്നത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ രാത്രി ഖൈറുൻ ഏറ്റവും ഉത്തമമായതാണ് മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത 1000 രാത്രിയേക്കാൾ 1000 മാസങ്ങളേക്കാൾ, രാത്രി എന്നല്ല 1000 മാസങ്ങളേക്കാൾ ഏറ്റവും ഉത്തമമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരൊറ്റ രാത്രി. 1000 രാത്രികളിൽ ഇബാദത്ത്, 1000 മാസത്തിൽ ചെയ്യുന്ന ഇബാദത്ത് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിന്റെ പ്രതിഫലം നമ്മൾക്ക് 1000 മാസം ഇബാദത്ത് എടുത്താൽ കിട്ടുന്ന പ്രതിഫലം, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന പ്രതിഫലം ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ നമ്മൾക്ക് കഴിയും. അതാണ് ഈ രാത്രിക്കുള്ള മഹത്വം. ഈ രാത്രിയിൽ അള്ളാഹു ചോദിച്ചതൊക്കെ അവന്റെ ഇബാദിന്, അവന്റെ അടിമകൾക്ക് നൽകും. അന്നത്തെ രാത്രിയുടെ മഹത്വങ്ങൾ പലതും പറയുന്നുണ്ട്. നമ്മൾ അതെല്ലാം വായനലായിട്ടും മറ്റു നിലക്കൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തെ ഇബാദത്തിനേക്കാൾ ഉത്തമമായ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരൊറ്റ രാത്രി. ആ രാത്രിയിലാണ് ഖുർആൻ അവതരിച്ചത്. പിന്നെ 4-ാമത്തെ ആയത്ത് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങും. തത്തനസ്സലു എന്നാണത്. അതിൽ ഒരു താഴെ കളഞ്ഞു, 2 താ ഒരുമിച്ച് വന്നപ്പോൾ ഒരു താ കളഞ്ഞതാണ്. അതാണ് തനസ്സലു എന്ന് പറയുന്നത്. തനസ്സലു, തത്തനസ്സലു എന്നായിരുന്നു. ഒരു താന കളഞ്ഞു മുതാരിയായ പേരാണ്. തത്തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങും. വറൂഹു, ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങും. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം. ഫീഹ, ആ രാത്രിയിൽ. ബിഇദ്നി റബ്ബിഹിം, മിൻ കുല്ലി അംർ. ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ, നാഥന്റെ ആജ്ഞ അനുസരിച്ച്, ഉത്തരവുമായി ഇറങ്ങും. മിൻ കുല്ലി അംർ, അവരുടെ സർവ്വകാര്യങ്ങളെയും സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ ആജ്ഞയുമായി ആ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാമും മലക്കുകളും ഇറങ്ങും. അപ്പോ ജിബ്രീലും മലക്കുകളും ലോകത്തേക്ക്, ദുനിയാവിലേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭമാണത്. ആ രാത്രി സലാമുൻ ഹിയ, അത് സമാധാനമാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്റിന്റെ ഉദയം വരേക്കും. ഫജ്റിന്റെ ഉദയം എന്ന് പറഞ്ഞാൽ ഫജ്ർ സുബഹി ആവുന്ന സമയമാണ് ഫജ്റിന്റെ ഉദയം കൊണ്ട്. ഫജ്റിന്റെ ഉദയം, ഫജ്ർ ഉദിച്ചയിടം മുതൽ സുബഹിന്റെ സമയമായി. അപ്പൊ ഫജ്റിന്റെ സമയം മുതൽ വരെ, ഫജ്റിന്റെ സമയം ഉദയം വരെ ആ രാത്രി സമാധാനത്തിന്റെ രാത്രിയാണ് എന്നർത്ഥം. സലാമുൻ ഹിയ. അപ്പോ ഇതാണ്, അതായത് അന്നത്തെ രാത്രി, ആ രാത്രി, ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി മലക്കുകൾ എല്ലാ മുഅ്മിനീങ്ങൾക്കും സലാം ചൊല്ലും. അല്ലാഹു അതില് അല്ലാഹു ലാ യുഖദ്ദിറു ഫീഹാ ഇല്ലൽ ഖൈർ വസ്സലാം ലിബനിൽ ഇൻസാൻ. മനുഷ്യവർഗത്തിന്, മനുഷ്യ സന്തതികൾക്ക് ഖൈറും സലാമത്തും രക്ഷയും അല്ലാതെ യാതൊന്നും അന്നേ ദിവസം അല്ലാഹു നിശ്ചയിക്കില്ല. ആ ലൈലത്തുൽ ഖദ്റിന്റെ അന്നേ രാത്രിയിൽ എന്നാണ് ഇതിന്റെ ആശയം. അപ്പോൾ 5 ആയത്തുകളുടെ ആശയങ്ങൾ ഇതെല്ലാമാണ്. എന്ന് ഇൻഷാ അല്ലാഹ് ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കഴിയുന്നത്ര ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ വളരെയധികം ശ്രമിക്കണം. അല്ലാഹു അതിന് നിങ്ങൾക്ക് അതിൻ്റെ വ്യക്തിഗതമായ പ്രതിഫലം കിട്ടും ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ആയത്ത്, അടുത്ത സൂറത്ത് ബയ്യിന സൂറത്താണ്. ബയ്യിന സൂറത്തിൽ ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി എന്ന് പറയുന്ന സൂറത്താണ്. അത് അടുത്ത
വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.